ഇങ്ങനെ കുളി നനയായിട്ടൊക്കെ നടന്നാ മതിയോ? പിന്നെ ഇടയ്ക്കൊക്കെ ഈ ചൂണ്ടയിടാൻ പഠിച്ചു കഴിഞ്ഞാലേ കുളി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ 2 മീനും വീട്ടിൽ കൊണ്ടുപോവാ. നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നത്? എന്നെ കെട്ടിയോനങ്ങനെ കണ്ടാ ഇത് വലിയ വിഷയമാവുന്നേ. കെട്ടിയോൻ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലല്ലേ? അതെ, ഇവിടെ ആരുമില്ല, ഞാൻ ചൂണ്ടയിടാൻ പഠിപ്പിക്കാം. എന്നാ പഠിപ്പിക്കേ. വേറൊന്നുമില്ല, ഇങ്ങോട്ട് സിമ്പിൾ ആയിട്ട് പഠിപ്പിച്ചു തരാം. ഇത് പിടിച്ചേ, ഞാൻ പറയണ പോലെ കേട്ടോളാം. വിരൽ 5 തള്ളവിരൽ മടക്കി 3 വിരൽ ചുരുട്ടി ചൂണ്ടയിൽ പിടിച്ച് ഒരൊറ്റ ഏറ്. ബാഹുബലിയോ? ഇതാണ് ഇവിടെ പരിപാടി അല്ലേ? എടാ അവളെ കെട്ടിയോൻ അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ല അടുത്ത വാവിന് നിനക്ക് വേണ്ടിട്ട് ബലിയിടേണ്ടി വരും. അതെ, നിന്റെ വലയിടൽ ഇവിടെ നടക്കൂല കേട്ടോ. വലയിടുന്ന അതിലൊന്നാ. എടാ ഈ കേരള പോലീസിന് ഇവിടെ മൊത്തം മല വീശാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പഞ്ചാരിപ്പുഴയിൽ മല വീശാം. ഇവിടെ വലയിടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇവിടെ തന്നെ ഇടുന്നു. എന്റെ വലയിടാൻ എന്താ നിർബന്ധം? അതെന്നാന്നറിയോ? ഇവിടെ നിന്നാലേ ശരിക്ക് കാണാൻ പറ്റൂ. അല്ല ഈ മീൻ വെട്ടണതേ. എടാ മീൻ വെട്ടണാണെങ്കിൽ വല്ല മാർക്കറ്റിൽ പോയ പോരെ, അവിടെ ചേച്ചിമാരെ മീൻ വെട്ടണം നല്ലോണം കാണാൻ പറ്റും. നിന്നെ വലയിടാൻ ഞാൻ ഇവിടെ സമ്മതിക്കൂല. നിന്റെ പരിപാടി എനിക്ക് പിടികിട്ടി. നീ ഇവിടെ മീൻ പിടിക്കുവാണോ അതോ സീൻ പിടിക്കുവാണോ? അംഗവും കാണാൻ താളി ഓടിക്കാം. എന്നിട്ട് കൊത്തുന്നുണ്ടാ? ഞാനേ പാമ്പിനല്ല ഇതിട്ടേക്കണ കേട്ടോ. അത് ശരി. നീ നേരത്തെ വന്നോടില്ലേ? എന്റെ ചേച്ചി കൊറേ തുണി ഉണ്ടായിരുന്നേ, അതുകൊണ്ട് ഇങ്ങനെ നേരത്തെ പോന്നു. ഇവന്മാരെപ്പോ വന്നു? ഇവരിവിടുന്ന് പോയിട്ട് വേണ്ട ചേച്ചി വരാന്. നീ അറിഞ്ഞോ? ആ മറ്റവള് വന്നിട്ടുണ്ട്, ആശ. ആ പത്രോസുകാരിയോ? ഓ പത്രോസാ? ഏത് പത്രോസാ ചേച്ചി? ഓ ആ ഗമക്കാരി ആശയുടെ കാര്യം പറഞ്ഞാടാ. എന്റെ ചേച്ചി അവളുടെ ആ നടപ്പും പത്രാസും ഒക്കെ കണ്ടിട്ടുണ്ട് ചേച്ചി. ഒരുമാതിരി നമുക്ക് ആർക്കും ഒരു സൗന്ദര്യം ഇല്ലാത്ത രീതി പോലെ. അവിടെ തുണിയൊക്കെ കണ്ടിട്ടുണ്ട്. അവിടെ വിചാരം അവക്ക് മാത്രമേ ജീൻസ് ഉടുപ്പൊക്കെ ഉള്ളെന്നാ. ഞാൻ വേളാങ്കണ്ണിക്ക് ടൂർ പോയപ്പോഴൊക്കെ ഈ ജീൻസും ടോപ്പും ഒക്കെ ഇട്ടുകൊണ്ട് നടന്നിട്ടുള്ളതാ. അന്നായിരിക്കും അവിടെ സുനാമി അടിച്ചത്. എന്താന്നാടാ? അല്ല, ഈ സുനയിട്ടിട്ട് മീൻ കിട്ടുന്നില്ലെന്ന് പറയുമായിരുന്നു. അയ്യോ, ഞാൻ ആ ഉടുപ്പൊക്കെ ഇട്ടുണ്ടെന്ന് ഇറങ്ങണം. ഇവിടുത്തെ എല്ലാ അവളുമാരും മാറി നിൽക്കും. അത് ശരിയാ, നാട്ടുകാർ മൊത്തം മാറി നിൽക്കും. എന്തുവാടി നിൽക്കണൂടാന്ന് പറയുന്ന? നല്ല സോപ്പ്, നല്ല പത. നിങ്ങൾ ഈ കുശുമ്പും കുന്നായ്മയൊക്കെ പറഞ്ഞു നിൽക്കാതെ എല്ലാരും കൂടി ഉത്സാഹിച്ച് അങ്ങോട്ടൊന്ന് കുളിക്കി കാണട്ടെ. അയ്യേ, നിന്റെയൊക്കെ മനസ്സിലിപ്പോ എനിക്കറിയാടാ. ആ അവള് വന്നു കഴിഞ്ഞാൽ എന്റെ കെട്ടിയോൻ ഉൾപ്പെടെ ഇവന്മാരെല്ലാവരും ആ പെണ്ണിന്റെ പുറകെ. ചേച്ചി അവളോട് എന്റെ പട്ടിയുണ്ട്, എന്റെ പട്ടി. പിന്നെ ഞാനെന്നാ മിണ്ടായിരിക്കുവാണോ? ഞാനങ്ങും മിണ്ടത്തില്ല. അയ്യോ, ഇതാരാ? ഞങ്ങളിപ്പൊ പറഞ്ഞു നാക്കെടുത്തേ ഉള്ളു അല്ലേടി? പിന്നല്ല, അതെന്റെ കൊച്ചിനെ ഇപ്പൊ എന്തെല്ലാം ചേച്ചി പറഞ്ഞറിയോ? ചേച്ചിക്ക് പണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അലക്കാൻ വന്നതായിരിക്കും അല്ലേ? അല്ല, ഞാൻ കുളിക്കാൻ വന്നതാ. അല്ല, എന്റെ മീനെ വിളിച്ച കമോൺ ബേബി. അതെ, ഞാൻ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുന്നല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത്? കമോൺ കമോൺ ബേബി. നിങ്ങള് അല്ല, നിങ്ങളൊക്കെ ഈ പുഴയിലും ആറ്റിലും ഒക്കെ കുളിക്കുവോ? അത് ചേച്ചി, ഞാൻ അങ്ങ് പുറത്തല്ലായിരുന്നോ? അവിടെ ആണെങ്കിൽ എന്നും രാവിലെ അവിടെ സ്വിമ്മിംഗ് പൂളിൽ പോയേ നീന്തി കുളിക്കുമായിരുന്നേ. അപ്പൊ എക്സസൈസും ആവും, കുളിക്കുകയും ചെയ്യാമല്ലോ. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു സ്വിമ്മിംഗ് പൂളും ഇല്ലല്ലോ. പിന്നെ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച്. ചേച്ചിക്ക് ഇവിടെയാണോ? കുഞ്ഞേ, ഇവിടെ ഈ തേങ്ങാപ്പൂള് മാങ്ങാപ്പൂള് അതൊക്കെ കിട്ടുള്ളൂ, അല്ലാതെ സ്വിമ്മിംഗ് പൂളൊന്നും ഇവിടെ കിട്ടത്തില്ല. ആ കോമഡി എങ്ങനെയുണ്ട്? ഭയങ്കര ചിമട്ടൻ കോമഡി. ഇത് പുതിയ മാലയാണോ കൊച്ചേ? പുതിയതാക്കൊള്ളാമോ? ചേച്ചിക്ക് ഇതുപോലത്തെ ഒരു മാലയില്ലായിരുന്നു, നോക്കിക്കേ. ഓ, എനിക്കും ഉണ്ടായിരുന്നടി. ഇപ്പോഴും ഞാൻ അങ്ങ് ഇടാറില്ല. ഇതുപോലെ ഓരോരുത്തരെ ഇട്ട് കാണുമ്പോഴല്ലേ ഇതിന്റെയൊക്കെ വൃത്തികേട് അറിയുന്നത്. ഒരു മാലയുള്ള കൊച്ചിന്? അല്ല, വേറെ കുറെ ഉണ്ട്. അത് ഞാൻ ലോക്കറി വെച്ചിരിക്കുകയാണ്. ആണല്ലേ? ഇതിപ്പോ ബോണസ് കിട്ടിയപ്പോഴേ പുതിയ ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ അതുകൊണ്ട് ഒരു ദിവസം ഇട്ടാന്ന് വിചാരിച്ചതാ. കുളിക്കട്ടോ ചേച്ചി? അവിടെ നില്ലേ, ഒരു മിനിറ്റ്. ആരാടാ കുറ്റിക്കാട്ടില്? മെമ്പർ എന്നാ ഈ കുറ്റിക്കാട്ടില്? ഈ പഞ്ചായത്തിലെ അവസാനത്തെ ചെടി നട്ടു. ലാസ്റ്റ് ഒരു ചെടി കൊണ്ട് പുഷ്പയ്ക്ക് വേണം വീട്ടിൽ കൊണ്ടാ കിടുക്കൻ ചെടി മുറ്റത്ത് നടാ. ഇത് എവിടുന്ന് പറിച്ചതാ? ഇത് ഈ പുഴ തീരുന്ന് പറിച്ചാ. എന്റെ മെമ്പർ ഇത് ചൊറിഞ്ഞടവാ. അയ്യോ, ചൊറിയണ്ടായിരുന്നോ? വേണ്ടാത്തടത്ത് തേക്കാത്തത് നന്നായി. അല്ലെങ്കിലും പെണ്ണുങ്ങളെ കാണുമ്പോ മെമ്പർക്ക് ഇച്ചിരി ചൊറിച്ചിലുള്ളതാ. നീ ഇവിടെ വന്നേ. നിനക്കല്ലേ വീടിന് ലോൺ വേണമെന്ന് പറഞ്ഞു? പിന്നെ അത് വേണ്ടേ? നീ 24 മണിക്കൂർ ഈ പുഴയുടെ തീരത്താണല്ലോ. അതെ. നിനക്ക് വീടിന് ലോണില്ല, ഇവിടെ ഒരു ഏറുമാടം കിട്ടി തരാനുള്ള ലോൺ ഞാൻ ശരിയാക്കി തരാം. നീ വിളിക്കണ്ട. നിനക്കെന്നാ പിന്നെ ശൗചാലയം ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ആ ആനപ്പാറയുടെ മുകളിൽ ഒരു ശൗചാലയം, നീ അവിടെ നിന്ന് ചിന്തിച്ചാ. മെമ്പറെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? മെമ്പറെ കാണുമ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഈ മുണ്ട എങ്ങനെ ഇതുപോലെ വടിയാക്കിയിട്ട് ഇങ്ങനെ നിർത്താൻ പറ്റണേ? അതൊക്കെ എൻ്റെ ഒരു കഴിവാ. നമ്മൾ മുണ്ടും ഷർട്ടും നന്നായിട്ട് കഴുകിയിട്ട് ദോശക്കല്ലിലേക്ക് ഇട്ടിച്ച് നെയ്യും കൂടെ കൂട്ടിച്ചേർത്ത് അങ്ങ് തേച്ച് കൊടുക്കണം. നെയ് റോസ്റ്റ് പോലെ ഇരിക്കും. അത് ശരി. അപ്പൊ ഇത് നെയ് റോസ്റ്റ് ആണല്ലോ? അതെ. കൂടുതൽ നിന്നാ നീ ഇത് സാമ്പാർ നോക്കി തിന്നാൻ സാധ്യതയുണ്ട്. പിന്നെ വടയും ഞാൻ തരേണ്ട വരും. അത് വേണ്ട. ഇത് തെക്കേപ്പാടത്തെ കൊച്ച്. തെക്കപ്പാടത്തേത്? മെമ്പറിന് ഓർമ്മയില്ലേ? ഇല്ല.
പേരെന്നാ? ആശ. ആശാ വർക്കർ. ശ്ശോ, അതിന്റെ പേരാ പറഞ്ഞത് ആശയെന്ന്. മെമ്പർ കുഞ്ഞിലെ എന്നെ ഒരുപാട് എടുത്തോണ്ട് നടന്നിട്ടുള്ള മറന്നുപോയി യാത്ര. ഓ ഇപ്പൊ മനസ്സിലായി. കുഞ്ഞിലെ ഞാൻ ഒരുപാട് എടുത്ത് കൊതി തീർന്നിട്ടില്ല. ഇപ്പൊ ഞാൻ അങ്ങ് എടുത്തേക്കാം. ആ തൊട്ടും പിടിക്കാനൊന്നും വേണ്ട. ചേച്ചി അതെ, മെമ്പർ എന്റെ സഹോദരനെ പോലെയാ. അങ്ങനെ പറയരുത്, എന്റെ അച്ഛനെ ആൾക്കാർ സംശയിക്കും കേട്ടോ. അതങ്ങനെ പറയില്ല. പിന്നെ എന്താ വന്നേ? കുളിക്കാനായിട്ട് വന്നാണോ? ഞാൻ കുളിക്കാനായിട്ട് പിന്നെ പെണ്ണുങ്ങളോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ സ്വർണ്ണാഭരണങ്ങളൊന്നും തലേ വെക്കരുത്. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും തലേ സ്വർണ്ണം സൂക്ഷിക്കുവോ? തലേ സ്വർണ്ണം സൂക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു. ഒരു വീട്ടമ്മയുടെ തലക്കടിച്ച് 16 സ്വർണ്ണം കവർന്നു. അതുകൊണ്ടാ പറഞ്ഞത് തലയിൽ വെക്കരുതെന്ന് പറഞ്ഞു. മെമ്പറേ, മെമ്പറെ അതൊക്കെ ഇരിക്കട്ടെ. ഞങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് ഇവിടെ ഒന്ന് സ്വസ്ഥമായിട്ട് കുളിക്കാൻ പറ്റുന്നു. മെമ്പർ ഒന്ന് നോക്കിക്കേ. എന്താ നോക്കിക്കേ, എന്തോരം ശല്യങ്ങളാന്ന് നോക്കിക്കേ. മെമ്പർ ഒന്ന് നോക്കിക്കേ, കണ്ണു തുറന്ന് നോക്ക് മെമ്പറെ. ഞങ്ങൾ പഞ്ചായത്തിൽ ഒരു കമ്മിറ്റി കൂടിയിട്ടുണ്ട്. ഈ പുഴയോരത്ത് CC ക്യാമറ വെക്കാനുള്ള പരിപാടി ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാലോ. അല്ല വിമാരെ കുളിഞ്ഞു നോക്കണവന്മാരെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും. 12 വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാ. മെമ്പറെ, ഇവിടെ CC ക്യാമറ ഒരു കുന്തവും വെക്കണ്ട. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് ഒളി ക്യാമറകൾ ഉണ്ടല്ലോ ഇവിടെ. അതെ, കുളിക്കാൻ വന്നാണ് ഒരു കാര്യം. സ്വർണ്ണ സാധനങ്ങളൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് വേണം. ഭയങ്കര അടിയൊഴുക്കുള്ള സ്ഥലമാണ്. ഇവിടെ അങ്ങനെ മുങ്ങിയ പൊങ്ങുന്ന അറബിക്കടലില്ല. ആണോ ചേച്ചി? അടിയൊഴുക്കുണ്ടോ? ഭയങ്കര ആഴം. അതുകൊണ്ട് മോള് മുങ്ങോ, ഞാനിവിടെ നിൽക്കാം. സ്വർണ്ണമൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് മുങ്ങും. അല്ലേ? ശൗചാലയത്തിന് മറക്കണ്ട. അത് ശരിയാക്കി തരാം. കിട്ടുന്നുണ്ടാവല്ലോ. ഇട്ടേ അല്ലേ ഉള്ളൂ, ഞാൻ പാമ്പിനല്ല ഇട്ടേക്കണത്. അയ്യോ, എന്റെ മാല പോയി. അയ്യോ, മാല പോയി, മാല പോയി. അയ്യോ മെമ്പറേ, ഈ കൊച്ചിന്റെ മാല പോയെന്ന്. മാല പോയിന്ന് ഇപ്പൊ ശരിയാക്കി തരാം. മെമ്പറെ ചാടല്ലേ? അയ്യോ, ആഴമുള്ള പുഴയാണ്. എന്തു പറ്റി മെമ്പറെ? എന്റെ മൊബൈൽ ചാടിപ്പോയി. മൊബൈലോ? എന്നാ ചെയ്യും ഞാൻ? മെമ്പർ പറഞ്ഞിട്ടാണ് ഞാൻ ഊരിയതല്ലേ, ഞാൻ ഇട്ടോണ്ട് കുളിച്ചാനായിരുന്നു. മെമ്പർ പറഞ്ഞിട്ട് പറയാം, നിന്നോട് ഇവിടെ വെച്ച് ഊരാല്ലേ പറഞ്ഞു. അവിടെ കൊണ്ടുണ്ടാക്കാം. മെമ്പർ പറഞ്ഞു ഞാൻ കേട്ടായിരുന്നു. എവിടെ പറഞ്ഞു? മെമ്പർ നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോ എന്നാ മാല എടുത്ത് നോക്കാം മെമ്പറ. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞ ആ മാല എടുത്തു കൊടുക്കും കൊച്ചിന്റെ. മാല എടുത്ത് പോകുന്നത് അടിയോൾക്കല്ലേ ഇവിടെ? വിഷമിക്കട്ടോ. എന്നാ ചെയ്യണേ? മെമ്പർ പറഞ്ഞിട്ടല്ലേ. അല്ല, നമുക്ക് കാര്യമില്ല, അത് സെറ്റ് ചെയ്യാം. അതിനുള്ള പരിപാടി ഞാൻ ചെയ്യാം. മെമ്പറല്ലേ പറഞ്ഞു ഞാൻ ഇട്ടോണ്ട് കുളിച്ചാനായിരുന്നു. സാരമില്ലെന്ന് ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ഇവിടെ മാറിക്കളെ ചക്കരവറ്റ ഉറുമ്പ് വന്ന് കൂടുന്ന പോലെ കൂടുവല്ലോ. മെമ്പർ അങ്ങ് കൂടുവാണല്ലോ. ഒരു കാര്യം ചെയ്യാം. എന്റെ ഒരു സുഹൃത്തുണ്ട്, ഫോൺ ആരുടെ കയ്യിലുണ്ട്. എന്റെ ഫോൺ ചാടിപ്പോയി. കേട്ടോ. ആരാണെന്ന് വെച്ചാൽ വിളിച്ച് ഈ കൊച്ചിന്റെ മാല എടുത്തു കൊടുക്കാന്നോ. ആവശ്യമില്ലാത്ത ഓരോ കാര്യമൊക്കെ പറഞ്ഞ് ആ കൊച്ചിനെ കൊണ്ട് മാലയെ ഒരിപ്പിച്ച്. ഹലോ ഹലോ ഹലോ, ആ ഇത് ഒളിമ്പിനാണോ? അതെ, ഒളിമ്പിനാണ്. ഞാൻ കനകം മെമ്പറാണ്. ആ മെമ്പറാണോ? എന്നാ പറ. ഈ പഞ്ചാരപ്പുഴ അറിയൂലേ? പഞ്ചായപ്പുഴ അറിയും. ആ കടവില് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു കൊച്ചിന്റെ ഒരു 5 പവന്റെ മാല ചാടിപ്പോയി. അതൊന്ന് മുങ്ങി തപ്പി എടുത്തു തരണം. അയ്യോടാ, ഞാൻ തിരക്കിലായിരുന്നേ. അതങ്ങനെ പറയല്ലേ സാറേ. വേറൊന്നുമല്ല, ഇവിടെയുള്ള അയൽക്കൂട്ടത്തിന് പോണ പെണ്ണങ്ങളുടെ കൂട്ടുള്ള പെണ്ണല്ല ഇത്. പിന്നെ ഇത് വലിയ കുഴപ്പമില്ല, അടാർ സാധന. വേഗം വന്നോ കേട്ടോ. മെമ്പർ ഇത് ആരാണ് വിളിച്ചത്? ഒളിമ്പിൻ. ഒളിമ്പിയനാ? ആ, ഏത് ഒളിമ്പിയൻ? ഇവിടെ മുങ്ങിയ സാധനമായിട്ട് അങ്ങനെ പൊങ്ങും. ഉറപ്പാണോ? ഉറപ്പാന്നോ? ഒന്നുകൊണ്ടും പേടിക്കാൻ ഞാനല്ല പറഞ്ഞേ. അപ്പൊ ഒരു കാര്യം ചെയ്, ഈ ആരും പുഴയിൽ ആരും പുഴ ഇറങ്ങരുത്, സോപ്പ് വെള്ളം വരരുത്, കലങ്ങരുത്. കലങ്ങാൻ പിന്നെ സാധനം സാധനം കിട്ടത്തില്ല. മെമ്പർ ഒരു കാര്യം ചെയ്യ്. മെമ്പർ അങ്ങോട്ട് പറയുന്നു, ആരെ ഈ പുഴയിൽ ഇറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കാം. ആരും ഇറങ്ങരുത്, ഇങ്ങോട്ട് പറയാം. എങ്ങോട്ടാ? എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഈ പുഴയിൽ നിമജ്ജനം ചെയ്യാനായിട്ട്. ഈ പുഴയിൽ ഒഴുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് നിന്റെ ഒന്നും അനുവാദം വേണ്ട. എന്റെ അച്ഛൻ ജനിച്ചു വളർന്ന ഈ മണ്ണില്, ഈ പുഴയില് എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഞാൻ ഒഴുക്കും. കയ്യാങ്കളിക്കാണ് ഒരുങ്ങുന്നതെങ്കിലേ ഞങ്ങൾക്ക് ഒരാളോട് ചോദിക്കണം. അറിയാം, നിന്റെയൊക്കെ പുറകിൽ ആരോ ഉണ്ടെന്ന് എനിക്കറിയാം. ആരടാവൻ? ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. ഏതടാ അവതാരം? അവതാരപ്പിറവികളുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പോൾ പേര് കനകൻ മെമ്പർ എന്നാ. ദാ കാണ്. ആ പല്ലിടെ കുത്തിക്കൊണ്ടിരിക്കണ അവരാണോ ഈ കനകം മെമ്പർ? പല്ലിനിടെ കുത്തി നിൽക്കണോ? ഞാൻ അവിടെ അടിച്ചു കയറ്റി വെച്ചേക്കൂല്ലേ? അടിച്ചു കയറ്റി വെക്കാൻ ഞാൻ 2.5 ഇഞ്ചിന്റെ ആണിയും. അതല്ലെന്ന്. പിന്നെ അവിടെ ചെന്ന് അവൻ ചിതാഭസ്മം എടുക്കാൻ പോണെന്ന് പുഴയിൽ ചെന്ന് തടയേ. എന്താ മോനെ ഇത്? എന്റെ അച്ഛന്റെ ചിതാഭസ്മം അതിവിടെ ഒഴുക്കാൻ പറ്റിയല്ല. നീ പകപോക്കിയാണല്ലടാ. ആ, ഞാൻ പകപോക്കുക. നിനക്കുണ്ടല്ലോ ജന്മം തന്നൊരു തന്ത. പുള്ളി ഇപ്പൊ എവിടെയാടാ? പുള്ളി ഇപ്പൊ ഒത്തിരി നാളെ കണ്ടത്. സെമിത്തേരിയായിട്ട് 7 വർഷമായി. ആണോ? ആ, ഞാൻ ഈ സാധനം ഒന്ന് ഒഴുകിട്ട് വരാം. അല്ല, ഒടുക്കാൻ പറ്റിയാട്ടെ. ഇവിടെ വേറെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. എന്നാ പ്രശ്നം? കാര്യം പറ. ഈ പെങ്കൊച്ചില്ലേ,
ഏത് പെങ്കൊച്ച്? നമ്മുടെ ബന്ധുവാണ്. ഈ പെങ്കൊച്ചിന് ഒരു 5 പവന്റെ മാല ചാടിപ്പോയി. അത് ഞങ്ങൾ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുവാണ്. എന്തെങ്കിലും കാരണം വെച്ചാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാല തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഇതെന്താ ഇവിടെ പരിപാടി? കൊച്ചിനെ സമാധാനിപ്പിച്ച ഈ കൊച്ചിന്റെ മാലയാണോ പോയെന്ന് ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ. കൊച്ചിന്റെ അത് പിന്നെ കാര്യം. കൊച്ചിന്റെ മാല പോയിട്ടുണ്ടെങ്കിൽ കൊച്ചിന്റെ മാല ഞാൻ എടുത്തു തരാം. മാറിക്കേ ഞാൻ എടുത്തു തരാം. അവിടെ നല്ല അടിയൊടുക്കൊള്ളാം. അടിയൊഴുക്കുണ്ടോ? നമ്മളെ കോലും കൊണ്ട് തോട്ടി എടുത്താൽ മതിയോ ചേട്ടാ? ഈ കോലും കൊണ്ട് തോട്ടി എടുത്തു തരാം. എങ്ങനെ എടുത്താലും എന്റെ അഞ്ചു. ഓ എന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഞാൻ ചാടി എടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം നമുക്ക്. എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞ ഇവിടെ അടിയോടുക്കൊണ്ടെന്ന് നേരെ പൊങ്ങുന്ന അറബിക്കടലില്ല. ഞാനായിട്ട് തന്നെ നീ ഒന്നും ചെയ്യണ്ട. പിന്നെ ആളെ വിളിച്ചിട്ടുണ്ട് ഒളിമ്പ്യൻ. ഉളുമ്പറോ? ഉളുമ്പരല്ലെന്ന് ഒളിമ്പ്യൻ. അങ്ങനെ മുങ്ങിയ സാധനം കൊണ്ടേ പൊങ്ങും. സാധനം കൊണ്ടാണോ പൊങ്ങോളൂ? എന്തിനും അങ്ങനെ ചെയ്ത് ഫുൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണോ? പനാമ കനാൽ നീന്തി കിടന്ന ആളാ. ആ പനാമ കടലെടുക്ക് നീന്തി കിടന്ന ആളാണോ? കടലെടുക്കല്ല, പിന്നെ കനാല് നീന്തി ഒരു പനാമ മേടിച്ച് വലിച്ച് അത് കെടാതെ അപ്പുറത്ത് ഇപ്പുറത്ത് വരെ നീന്തിയ ആളാണ്. അതുകൊണ്ട് പറഞ്ഞു പനാമ കടൽ. ഈ പറഞ്ഞ ആള് വന്ന സാധനം എടുക്കുവോ? ആള് സാധനം എടുക്കും. സാധനം എടുക്കുമെങ്കിൽ എനിക്കത് മതി. മെമ്പർക്ക് വിശ്വാസമാണല്ലോ. മുങ്ങൽ വിദഗ്ധം വന്നിട്ടുണ്ട്. ഏത് അന്തരീക്ഷത്തിൽ കിടന്ന് നീന്തണം ഉണ്ടോ? നോട്ടെ നല്ല അസല് മുങ്ങൽ ആണോ? ബോഡി കണ്ടറിയാം. ആദ്യമായിട്ടോ തൊട്ട് നോക്കിയിട്ട് ഒരാൾ പറഞ്ഞത്. അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മുങ്ങൽ വിദഗ്ധനാവുന്നു വേറെ നേരത്തെ പലരും പറഞ്ഞിട്ടുണ്ട്. അതായത് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ചെറിയ കൈത്തോട്ടിൽ ഇത്രയും വെള്ളമുള്ളപ്പോൾ ഞാൻ മുങ്ങാൻ തുടങ്ങിയതാ. ഒരു ദിവസം അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ മുന്നിൽ കിടന്നപ്പോ 1.5 മണിക്കൂർ ശ്വാസം പിടിച്ചാൽ കിടന്നു. അന്നേരം ജലദേവത മത്സ്യകന്യകല്ലേ, അവരിഞ്ഞു വന്നിട്ട് എന്നോട് പറയാ, നീ ഭാവിയിലെ മുങ്ങൽ വിദഗ്ധനാണ്, ഒളിമ്പിക്സ് വരെ എത്തുമെന്ന്. ആയില്ലേ? ജലജേത എന്ന് പറഞ്ഞാൽ രാമുവിന്റെ കോടാലി. അറിയോ? സ്വർണ്ണ കോടാലി വെള്ള കോടാലി എടുത്തു കൊടുത്തേ. ഞങ്ങൾ എല്ലാവരും അറിയും. രാമു ഞാനും മാത്രമേ കണ്ടിട്ടുള്ളൂ ഉള്ളിൽ. നല്ല കല്ല് വെച്ചതാണോ അറിയല്ലേ? വായിച്ചിട്ടുണ്ട് അല്ലേ? ഇതിപ്പോ സംഭവം എന്നാന്ന് നമുക്ക് വർത്താനം പറഞ്ഞിരിക്കാൻ സമയമില്ല. ഈ കൊച്ചിന്റെ ഒരു 5 പവന്റെ കരച്ചില ഭയങ്കര. വന്നപ്പോ മുതൽ ഇതാണ്. കരയേണ്ട കാര്യമില്ല, ഞാൻ വന്നില്ലേ, ഒരു കുഴപ്പമില്ല. എന്റെ ബന്ധുവാ. അത് കുഴപ്പമില്ല, നമ്മൾ വലിയ ബന്ധുക്കളായിക്കോളും. അതെ, ഈ കഴുത്തില് മാലയില്ലാതെ കാണാൻ ഒരു ഭംഗിയില്ല. ഞാൻ ആ മാല എടുത്തു തരും, ഈ കഴുത്തിലങ്ങ് അണിയിക്കും. താലി കെട്ടും പരിപാടിയൊക്കെ പിന്നെ ആവാം. ഫസ്റ്റിലെ മാല എടുക്കാൻ പറ്റുമോ നോക്ക്. അത് ഡിസൈൻ ചോദിച്ചാടാ ഏത് മാലയാണെന്നുള്ളത്. ഡിസൈൻ ചോദിക്കണ്ട, അതിന് മാല എടുക്കാനുള്ള പരിപാടി എന്താ ചേച്ചി? ഇവിടെ അടികൊടുക്കുണ്ടോ? അടിയൊഴുക്ക് ഭയങ്കര അടിയൊഴുക്ക. ഇവിടെ ചാടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അറബിക്കടല പൊങ്ങോളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തന്നെ വിളിച്ചത്. ആണോ? അടികൊടുക്കണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ അത് എടുത്തേക്കാം. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല. ഇതെന്നാ കോസ്റ്റ്യൂം മാറുക പണി തുടങ്ങുക. ഇത് നമുക്ക് ഒളിമ്പിക്സിൽ പോകുമ്പോൾ മാത്രം ഇടുന്നതാ. പിടിച്ചോ. ഞങ്ങൾ എന്നാ ചെയ്യണ്ടേ പറ. നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഞാൻ അയച്ചോളാക്കെ. ഹലോ, ഇത് വെച്ച് കഴിഞ്ഞാ കണ്ണില് 3D ആയിട്ട് കാണും. പാസിന് ലക്ഷ്മിയിൽ കണ്ണ് മീൻ കുത്തിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞില്ല, അത് നടക്കില്ല ഇവിടെ. ഇത് വെച്ച് കഴിഞ്ഞാ മുടി ഒഴിയൂല. പന്തിന്റെ ബ്ലാഡറാ പൊട്ടിച്ചോണ്ട് വന്നേക്കും. അപ്പൊ സംഭവം റെഡിയാക്കി. അടിയൊഴുക്കുള്ള ആറുകൊണ്ടേ ഈ കയറിന്റെ ഒരു അറ്റം എന്റെ അരയെ കിട്ടും. എന്റെ അരയെ കിട്ടിട്ട് ബാക്കി അറ്റം നിങ്ങൾ അങ്ങ് പിടിച്ചാൽ മതി. ഒരു കാര്യം ചെയ്യാം, ഈ അറ്റന്റെ അവിടെ കണ്ടല്ലോ മരത്തിലും കൊടുക്കല്ലോ, തടിയിൽ എന്നൊരു കാര്യം ചെയ്യും, ഇവന്റെ അരക്കിട്ടം കിട്ടിക്കോ. അത് മതി, അത് കിട്ടിയാൽ മതി. അങ്ങനെ ഒരു കാര്യം ചെയ്യാലോ, അവനെടുത്ത് വെള്ളത്തിലേക്ക് ആദ്യം ഇട്ടാലോ. അപ്പൊ പകുതി വെള്ളം കരയെ കയറുമല്ലോ. അല്ല അത്ര വെയിറ്റ് ചെന്ന് കാണുന്നത്. നിങ്ങൾ മുങ്ങ വിദഗ്ധനല്ലേ, നിങ്ങൾ അങ്ങ് ഇറങ്ങിയാ പോരെ. ഇടകലർന്ന് നിൽക്കണം. ഒരാണ് ഒരു പെണ്ണ്, ഒരാണ് ഒരു പെണ്ണ്. അങ്ങനെ ഇടകലർന്ന് നിൽക്കണമെന്നല്ലേ പറഞ്ഞു? അല്ലാണ്ട് എണ കലർന്നല്ല പറഞ്ഞേ. പിന്നെ ആണും പെണ്ണും ഇടകലർന്ന് അല്ല, ഇങ്ങനെ നിന്നാ മതി. മതിയാ? പിന്നെ ഞാൻ ചാടി കഴിയുമ്പോ താഴത്തേക്ക് ചെല്ലുമ്പോഴല്ലോ അടിയൊഴുക്കപ്പെടുമ്പോ അങ്ങോട്ട് ഒഴുക്ക് വരും, വലിവ് വരും. അന്നേരം വലിച്ചോളാം കേട്ടോ. വലിച്ചോട്ടോ. അപ്പൊ എന്റെ ജലദേവത ചീങ്കണ്ണി ഉണ്ടെന്ന് പറഞ്ഞ നേരാണോ അത്? ഞാൻ പോട്ടെ, അതല്ല വെള്ളം ഇങ്ങോട്ട് നീ എവിടെ പോവാ? അവൻ പറഞ്ഞില്ല ചീങ്കണ്ണി ഉണ്ടാവുന്നു. ആര് പറഞ്ഞു? അവൻ പറഞ്ഞു ചീങ്കണ്ണി ഉണ്ടാവുന്നു. ചീങ്കണ്ണി അല്ല, അവന് ചെങ്കണ്ണാന്ന് പറഞ്ഞാന്ന്. അതന്നെ, എനിക്ക് ചെങ്കണ്ണാന്ന് പറഞ്ഞ ചെങ്കണ്ണി. ചെങ്ങണ്ണാണ്. എനിക്ക് പേടിയില്ല. ഒരു മിനിറ്റ്, ഇടകലർന്ന്. ഓക്കെ. അതെ, ഞാൻ മാറിപ്പോയി. പെരുമ്പാമ്പെന്ന് പറയാൻ വന്നാ.
എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? ഇവിടെ ചാടാൻ പറയുന്നു എന്ത് പറയാൻ തോന്നുന്നു? പെരുമ്പാമ്പുണ്ട് ഇതിനകത്ത്. ഇല്ലെന്ന്, പെരുമ്പാമ്പല്ലെന്ന്, പെരുമ്പാമ്പൊന്നും ഇല്ലെന്ന് ഇവിടെ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പറഞ്ഞു വരുന്നത്? നിങ്ങൾ ചാടിയാൽ മതി, ഒരു കുഴപ്പമില്ല, ഞാൻ മിണ്ടത്തില്ല ഇനി. മോളെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ എടുത്തരാം. 5 പവന്റെ മാല. കയറഴിച്ചൂട്, 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 അഴിച്ചൂട്, കയറഴിച്ചൂട്, അഴിച്ചൂട്. അഴിച്ചൂട്, അഴിച്ചൂട്, കയറഴിച്ചൂട്. ഡോൾഫിൻ പോണ പോലെ കയറഴിച്ചൂട്, കയറഴിച്ചൂട്. സ്വർണം കണ്ടു. സ്വർണം കണ്ടു. സ്വർണം കണ്ടോ? പക്ഷെ കിട്ടൂല. ഒരുത്തൻ ഷൈൻ ചെയ്ത് ഇട്ടോണ്ടെടുക്കയില്ലേ? ആര്? ഒരു നീർക്കോലി. ആ, ഈ മാലയിട്ടോണ്ട് ഷൈൻ ചെയ്തതിനെ നടക്കുക. എടാവേ, നീർക്കോലി കടിച്ച അത്താഴം മുഴുങ്ങുന്നുള്ളൂ. ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിച്ചിട്ട് അറിയാം. ഞാൻ നീർക്കോലിയെടുത്ത് സംസാരിച്ചു നോക്കി. അന്നേരം നീർക്കോലി എന്നോട് ചോദിക്കുക കൊമള വെക്കാൻ വന്നാണോ ഒന്ന്. അതിനാ ഈ കൊമളയിലെ വായന്ന് പോണത്. എങ്ങനെങ്കിലും പോയി സാധനം എടുത്തുകൊണ്ടാതെ. ആ ഓക്കെ, ചാട് ചാട്. അഴിച്ചൂട്, അഴിച്ചൂട്, അഴിച്ചൂട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. മെമ്പറെ എന്റെ മാല എന്ന് അറിയല്ലേ? കിട്ടിയോ? കുടത്തിലാക്കി കളഞ്ഞായിരുന്നല്ലേ? ആണ്ട്രാവേ, 40 ദിവസം നോമ്പെടുത്ത് ഈ സാധനം കൊണ്ടുവന്ന് കളഞ്ഞിട്ട് ഇന്ന് ഇറച്ചിക്കറി കൂട്ടാന്ന് പറഞ്ഞിരുന്ന ഞാൻ സാധനം കൊണ്ടുവന്ന് എന്റെ തന്നെങ്കിൽ എന്റെ അപ്പന്റെ ആണിത്. അപ്പന്റെ സാധനമൊക്കെ കുളത്തിൽ കൊണ്ട് കളയാണ്ട് വീട്ടിൽ കൊണ്ടുവരണം. എടോ, അപ്പന്റെ ചിതാഭസ്മാണെന്ന് നിബന്ധന ചെയ്താണ്. അത് ഇങ്ങോട്ട് പൊക്കിക്കൊണ്ടത്, അത് പോകുന്നു. ഓക്കെ, വലിച്ചുവിട്, കയറങ്ങൾ വലിച്ചുവിട്. അഴിച്ചൂട്, വിട്ടുപിടി, വിട്ടുപിടി. എന്റെ ദൈവമേ. അയ്യോ, ദേ എന്റെ കിണ്ടി. അയ്യോ എന്റെ കിണ്ടിയ മെമ്പറേ അത്. അയ്യോ, സോണൻ ചേട്ടൻ എന്നോട് വഴക്കിട്ടപ്പോ വലിച്ചെറിഞ്ഞ കിണ്ടിയാ. ബഹളം ഉണ്ടാക്കല്ലേ? അയാൾ പോയിട്ട് ഓരോന്ന് പൊക്കിക്കൊണ്ടിരുന്നല്ലോ. ഇത് ആരുടെ കിണ്ടിയാന്ന് എന്റെ ഓർക്കുക. കിണ്ടി. നമ്പർ പറ. ഇത് ഇവളുടെ കിണ്ടി. എനിക്കറിയാം, ഞാൻ ഇവളുടെ കിണ്ടി കണ്ടിട്ടുള്ള. ഇനി ഇതെടുക്കാതെ മാല എടുത്തോണ്ട് വാടോ. ഓക്കെ, ശരി, അഴിച്ചോട്, അഴിച്ചോട്, അഴിച്ചോട്. കയറയച്ചോട്. അഴിച്ചോട്, അഴിച്ചോട്. അങ്ങ് പോട്ടെ. പോട്ടെ, പോട്ടെ. ഇവൻ എന്നൊക്കെ ഈ എടുത്തോണ്ട് വന്നത്. ആ, കിട്ടി, മാല കിട്ടി, മാല കിട്ടി. ഞാനൊരു കാര്യം പറയട്ടെ. ഇത് നിങ്ങളുടെ വേസ്റ്റ് കുഴിയാണത്. എന്തൊക്കെ സാധനം വിചാരമേ പാവാടാ. എന്റെ പാവാടയാ. അയ്യോ എന്റെ പാവാടയാ. അയ്യോ, ഇതെന്റെ പാവാടയാ. മെമ്പറേ എന്റെ പാവാട മെമ്പറേ അത്. ഇത് ലതയുടെ പാവാട. ഈ മെമ്പർ ഇനി പെണ്ണുങ്ങളുടേതായിട്ട് എന്ത് കിട്ടിയാലും പൊക്കിക്കൊണ്ടല്ലേ മെമ്പർക്ക് അറിയാതെ. ആ, അതെന്ന്. വേറെ എടുത്ത്. ഓക്കെ, ആ, മാല എടുത്തോളൂ. എടാ, എന്നതാടാ ഇതിനിടയ്ക്ക് ചൂണ്ടയിടാൻ പോണത്? ഇത് നടപടിയുള്ള കേസല്ലെന്നേ. അവിടെ ഇവിടെ ഇവിടെ ആ, പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. മീൻ കൊത്തി, മീൻ കൊത്തി, മീൻ കൊത്തി. ചെന്ന് പിടിക്ക് മെമ്പറേ ഒന്ന്. പിടിക്ക്, പിടിക്ക്, പിടിക്ക്. ആ, ഈ മീൻ എന്തിനാ? ഇനി എന്തിനാ മീൻ? നമുക്കിത് കഴിയുമ്പോ കറി വെച്ച് തിന്നാന്നേ. പൊക്ക്, 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 പൊക്ക്. വലിക്ക്. വലിയ മീനാട്ടോ. നീ എന്നാ അബൂബക്കറിക്കട സൗണ്ട് പറയുന്നേ? ചൂണ്ടകറി നാക്കി കീറി പോയി. നീനാണോ ചൂണ്ടയിടാൻ പറഞ്ഞത്? മെമ്പറെ മെമ്പറെ ഇനിയെങ്കിലും എന്റെ മാല എടുക്കും. മാല എടുത്തുണ്ടാ. ആ നാലോട് പറഞ്ഞൊക്കെ ചൂണ്ടയിടുന്നു. എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ? അഴിച്ചോടും, അഴിച്ചോടാ, അഴിച്ചോട്ടെ. അഴിച്ചുവിട്, അഴിച്ചുവിട്. ഉൾത്തട്ടില്ല, മാല ഉൾത്തട്ടില്ല. അഴിച്ചുവിട്, വലിച്ചുപിടി. അഴിച്ചുവിട്. വേറെ കേസ് പറയട്ടെ. ഈ ഉള്ളൊഴുക്കുള്ളല്ലേ, അരിയൊഴുക്കുള്ളതുകൊണ്ട് ഈ മാല വല്ല ഒഴുകിപ്പോയോ, നീ കിട്ടുമോ? എന്റെ മാല. അയ്യോ മെമ്പറേ ആശുപത്രിയിൽ പോയി. മോളെ, ഞാൻ ചുമ്മാ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ആ പെണ്ണ് ഒരു കാര്യം ചെയ്യേ, മാറി എല്ലാരും വെട്ടവും വെളിച്ചം കൊടുക്കും, കാറ്റൊക്കെ കൊടുക്കും. കാറ്റ്, കാറ്റ് കൊടുക്കും, വെള്ളം വെക്കും, കാറ്റും വെളിച്ചം കൊടുക്കും. കാറ്റ് കൊടു. ആ കാറ്റ് വേണ്ട, വീണ്ടും പോകാൻ പോകും. അയ്യോ, അത് ഞാൻ പോയിട്ട് വരാം. ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ട് പോവാ? അല്ല, എമർജൻസി ലൈറ്റ് എടുക്കണ്ടേ? അതെന്തിനാ? അല്ല, മെമ്പറല്ലേ പറഞ്ഞ വെട്ടവും വെളിച്ചം വേണം. വെട്ടം ഞാൻ വേണമെങ്കിൽ കൃത്രിമശ്വാസം കൊടുക്കാറുന്നു, പക്ഷെ എന്റെ വെപ്പുവല്ലി വെള്ളം ആയി പോവും. വേണ്ട വേണ്ട. അതെ, നമ്മുടെ ഈ പെണ്ണിന്റെ മാല പോയായിരുന്നു. അപ്പൊ ഒരു മുങ്ങൽ വിദഗ്ധനെ അങ്ങോട്ട് ഇറക്കി വിട്ടണ്ടേ. അപ്പൊ ആ പുള്ളി പറയുമ്പോ ഈ മാല കിട്ടൂലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് പെണ്ണ് പോകുന്നത്. ആ പെണ്ണിന്റെ കാറ്റ് പോയാൽ മാത്രമേ നീ കയറിയത് വിടുവുള്ളൂ. എടാ, അടിപൊളിക്കൊള്ളാണോ അവിടെ? അത് നീ കയറിയത് വിട്ടേതാ? അത് ബോധം പോയത് കൊണ്ട്
നിന്റെ മാലയല്ലേ പോയുള്ളൂ ഇപ്പൊ എന്റെ ജീവൻ പോയാൽ അറിയാവോ ഒരു പെണ്ണിന്റെ ഒരു കാര്യം ചെയ്ത് കേട്ടാ കേട്ടാ ചാടിക്കോ 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 മാല എടുത്തിട്ട് വന്നാ മതി. എന്നെ കൊലക്ക് കൊടുക്കാനാണ് നിങ്ങള് ഇല്ലെന്ന് ചാടുന്നു. നീ ചാടിക്കോ. ഇത്തവണ ചാടി മോളിലെ മാല കണ്ട ഞാൻ വരുള്ളൂ. ഓക്കെ ഓക്കെ അയച്ചുവിടാ അയച്ചുവിടാ. എനിക്ക് എന്ത് തരും? നിനക്ക് ഞാൻ പഞ്ചായത്തിലെ പൈസ ഒന്നും നോക്കുന്നില്ല, ഒരു പൊന്നാട അങ്ങിടും. ആർക്കും കിട്ടാത്ത സാധനം. ആളെ ഉൾത്തട്ടിലേക്ക് പോകും. അഴിച്ചുവിട്, കയറഴിച്ചുവിട്. അയച്ചുവിടാ അവൻ. അഴിച്ചുവിട്. മെമ്പർ പറഞ്ഞോണ്ടാട്ടോ നമ്മൾ ആ പുള്ളിനെ വിളിച്ചു വരുത്തിയത്. ചേടാ ഞാൻ ഏതെങ്കിലും വേസ്റ്റ് സാധനങ്ങൾ വിളിച്ചു വരുത്താറുണ്ടോ? മെമ്പറെ ഉറപ്പാണല്ലോ അല്ലേ? പുള്ളി സാധനമായിട്ടാ പൊങ്ങുള്ളല്ലോ. എനിക്ക് ഉറപ്പുണ്ട്. അങ്ങോട്ടും വലിക്കുന്നില്ല ഇങ്ങോട്ടും വലിക്കുന്നില്ലല്ലോ. എന്നാ പറ്റുമല്ലോ? വലിച്ചേ വലിച്ചേ പുള്ളിനെ വലിച്ചേ. ഇനി ശ്വാസം മുട്ടിയല്ലോ ചത്തുപോയെന്ന് അറിയാൻ പാടില്ല. ഒരു മിനിറ്റ് വലി നിർത്ത് വലി നിർത്ത് വലി വലി നിർത്ത്. മെമ്പറേ ഇങ്ങ് പൊക്ക, ഇങ്ങ് പൊക്ക. ആളാണോ? ആളല്ല, ഒരു വലിയ കല്ല്. ആ നിന്റെ മാല കല്ലുണ്ടായിരുന്നോ? ഒരു കല്ലുണ്ടായിരുന്നു. ആ ഈ കല്ലായിരുന്നോ? പൊക്കാം മെമ്പറേന്ന്. ഈ കല്ലാണോ ഒരു മാലക്കത്തൊട്ടുകൊണ്ട് നടക്കണത്? എന്നാ മാല ഇപ്പൊ കല്ല് വന്ന സ്ഥിതിക്ക് മാല വരാൻ സാധ്യതയുണ്ട്. ഒരു മാലം വരില്ല. അവൻ പറ്റിച്ചിട്ട് പോയതാണ് എനിക്ക് കല്ലെ കെട്ടിയിട്ടിട്ട്. അവൻ എന്തേ അവൻ പറ്റിച്ചു? അവൻ വെള്ളത്തിനടി പോയി മെമ്പറേ. മെമ്പറെ ഈ നമ്പറിലെ കോൾ വന്നത്. അതെ. ഹലോ 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 ഹലോ, ഞാൻ ഒളിമ്പിന. ആ ഒളിമ്പിന വേഗം വാ. മാല കിട്ടിയോ? മാല കിട്ടി. സ്പീക്കർ ഇടാ. ആ മാല കിട്ടിന്ന്. മാല കിട്ടി. അടിപൊളി. സമ്മതിച്ചു മെമ്പർ, സമ്മതിച്ചു. കൈയടി. എന്നാ വേഗം ഇങ്ങ് വാ. ഈ പെണ്ണുമ്പളെ വിഷമിച്ച് ഇപ്പൊ ഒന്നോടെ ബോധം കിടും. വേണ്ട അങ്ങനെ ഞാൻ അങ്ങോട്ട് വരുന്നില്ലടാ. അതിനാ നിന്റെ പൊന്നാട മേടിക്കാൻ ഞാൻ അങ്ങ് വന്നില്ല. ഞാൻ ആ 5 പവന്റെ മാല എടുത്തു. ഞാൻ പൊങ്ങിയത് അറബിക്കടല്ല മോനെ. എന്റെ മെമ്പറല്ലേ പറഞ്ഞത് അവന് ഒളിമ്പിക്സിൽ മുങ്ങലിന് സ്വർണം കിട്ടിയിട്ടുണ്ടെന്ന്. അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു. എന്നാ? അവന് സ്വർണം കിട്ടിയപ്പോ അവൻ അങ്ങ് മുങ്ങി. അതാണ് യഥാർത്ഥ മുങ്ങൽ വിദഗ്ധൻ. അവളെ പിടി.